ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ പേപ്പ ഓണല്ലേ, ഈ ടൈപ്പാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇതിനിവിടെ വലിയ പൈസ ഒന്നുമില്ല, രണ്ടിനും കൂടി സ്റ്റിപ്പർ. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയല്ലേ? ഞാൻ ടോവിൻ, ഞാൻ അഖിൽ. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ലുധിയാന റൂട്ടിലാണ് കേട്ടോ. ലുധിയാന റൂട്ടിൽ നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ. എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാണ് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വണ്ടിയുടെ ഓൺ പോയി, നമുക്ക് ഹോൺ ചേഞ്ച് ചെയ്യണം. ഹോറൻ ഇവിടെ പറയുന്നത് ഹോറൻ ആട്ടോ. ഹോൺ എന്ന് പറഞ്ഞ ഇവിടെ ആർക്കറിയില്ല, ഇവിടെ ഹോറൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഹോറൻ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സെഗ്മെന്റിലോട്ട് പോകാം. അനുസരിച്ച് നമ്മൾ ഇപ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പ ഹോൺ ഇല്ലേ, അതായത് ഇലക്ട്രിക്കിന്റെ പേപ്പ എന്ന് വെച്ചാൽ ആ ഹോൺ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ആക്ച്വലി ഇത്. നമ്മൾ മേടിച്ചേക്കുന്ന ആ ടൈപ്പ് ഹോണാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന അതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്താൽ ഇത് അടിയുമോ, എന്താ അവസ്ഥ എന്നൊക്കെ ഉള്ളത് അറിയത്തില്ല. ഇതിലൊക്കെ ലോഡ് വലിക്കേണ്ടതാണ്. 12 വോൾട്ടേ ആ ഹോണും വരുന്നുള്ളൂ. പിന്നെ എല്ലാം മറ്റോടെ നമ്മള് കട്ടൗട്ടർ വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി നോർമലി എടുക്കേണ്ടതാണ്. ഇനി എടുത്താൽ തന്നെ ഇതിന് മൈലേജ് ഷോർട്ട് വരുമോ, അതൊക്കെ നമുക്ക് നമ്മൾക്ക് എന്താ പറയാ, ചാൻസ് കുറവാണ്. നമ്മൾ ജസ്റ്റ് ചെറിയ സമയം അടിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം വഴി, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മേടിക്കുന്നത്, നമുക്ക് വഴിയെ നോക്കാം. നമുക്ക് ഇത് അഴിക്കണേ തന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ നമ്മുടെ എല്ലാ സാധനവും നമ്മൾ ഒന്നേന്ന് അഴിക്കണം. നമ്മുടെ ബാഗ് ഇവിടെ നിന്ന് അഴിച്ചിറക്കണം. ഈ സാധനങ്ങളൊക്കെ അഴിച്ചിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ. ടൂൾസ് ഇതിൻ്റെ ഏറ്റവും അടിയിലായിരിക്കുന്നത്. നമുക്ക് ടെൻറ്റും കൂടി ചിലപ്പോൾ അഴിക്കേണ്ടി വരും, നോക്കിയിട്ട് എടുക്കാം. നമുക്ക് ആ ടൂൾസ് എടുക്കാം. അല്ല ഇവിടെ വെക്കാമല്ലോ ബ്രോ, എല്ലാ സൈഡ് വെച്ചു. ബെൻസിന്റെ പാർക്കിംഗ് ഏരിയ ആണല്ലോ, ബെൻസിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മുടെ പരിപാടി. സിംബൈ അവിടെ നിപ്പുണ്ട് കേട്ടോ. പുള്ളി നമ്മളെങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക, എന്തൊക്കെയാ ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര കോപ്പറേറ്റ് ആണ്, പുള്ളിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. പുള്ളി ബോംബ് വെക്കുന്നുണ്ടെന്നായിരിക്കും നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ടൂൾസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. നമുക്കിവിടെ മൊത്തത്തിൽ കണ്ട് കുറേ സ്ക്രൂ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് അഴിച്ചെടുക്കണം മൊത്തത്തിൽ. നമ്മുടെ 4 സ്ക്രൂ അഴിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ കുറെ കാലമായി ഇവനെ അഴിച്ചിട്ടല്ലോ ബ്രോ. അന്ന് നമ്മൾ ഒരിടയ്ക്ക് ഇത് അഴിക്കലായിരുന്നു, എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ട്രിപ്പ് ഇറങ്ങിയ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം അഴിച്ചിട്ടു. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാലോ, ജസ്റ്റ് ഇവിടെ പിടിക്കുക, ഇങ്ങനെ ഒന്ന് വലിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. വലിച്ചിട്ട് ഇവനെ ഇങ്ങനെ പതിയെ പൊക്കിയെടുക്കാം. ഇവിടെ ലൈറ്റിൻ്റെ കണക്ഷൻ ഉണ്ട്. ഒട്ടും പൊടി കയറിയിട്ടില്ലല്ലോ. മറ്റേ മാപ്പ് ഈ സാധനമൊക്കെ ഒട്ടിച്ചാലും എന്നാലും പൊടി കയറും, എങ്ങനെയാണെങ്കിലും പൊടി കയറും. നല്ല അത് മേ ബി അത് തന്നെ ആയിരിക്കും. ദേഹത്തൊക്കെ ഇന്ന് മൊത്തം ചെളിയാവും. പോക്കറ്റ് വീണ്ടും ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പാർട്സ് അഴിച്ചു വെക്കാം. നമ്മുടെ ബയ്യ നോക്കിയിട്ട് ചിരിക്കുക കേട്ടോ, ഇതെന്നാക്കി അവരെ കാണിക്കുന്നു. ഇത് ആക്ച്വലി നമ്മൾ പുതിയ ഹോൺ മേടിച്ച് വെച്ചതായിരുന്നു, പക്ഷേ എന്തോ വെള്ളം കയറിയിട്ടായിരിക്കണം പെട്ടെന്ന് പോയിട്ടുണ്ട്. നമ്മൾ പേപ്പർ ഹോൺ വെച്ചാൽ ഇതിൻ്റെ അവസ്ഥ എന്നാന്ന് നമുക്ക് അറിയത്തില്ല. ആക്ച്വലി പഴയ ഹോൺ ജസ്റ്റ് അഴിച്ചെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ ഹോൺ. ഇതിൻ്റെ കണക്ഷൻ രണ്ട് നമ്മൾ വെടിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പുതിയ ഹോൺ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് കളയാല്ലേ? കളയണ്ട, അവിടെ ഇരിക്കട്ടെ. കളഞ്ഞേക്കാം, എല്ലാത്തിനല്ലേ, ചുമ്മാ വെയിറ്റ് കൂട്ടി വെക്കണ്ട. അതിൽ റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പോയ സാധനം കളയാന്നല്ലാണ്ട്. നമ്മൾ ചോന്നണ്ടല്ലേ, ചോക്കേണ്ട കാര്യമില്ല. നമ്മൾ പുതിയ മേടിച്ച ഹോൺ പേപ്പർ ഹോണാണ്. ഇവിടെ നമ്മുടെ റൂട്ട്സിൻ്റെ ടൈപ്പ് ഹോണൊന്നുമല്ല, ഒരു നോർമൽ പേപ്പർ ഹോണാണ്. ഇന്ത്യൻ മെയ്ഡ് എന്നൊക്കെ പറഞ്ഞവർ, ഇന്ത്യൻ മെയ്ഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ടൈപ്പാണ് നമ്മൾ മേടിച്ചത്. ഇതിനിവിടെ വലിയ പൈസ ഒന്നുമില്ല, രണ്ടിനും കൂടി 300 രൂപയുള്ളൂ. ആ ഒരു പൈസ ഉള്ളൂ. അതുകൊണ്ട് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് കൊള്ളിക്കുക എന്ന് പറയുന്നൊരു ഇച്ചിരി ടാസ്ക്കാണ്. അത് നമുക്ക് കൊള്ളണ്ടേ, അത് നമുക്കൊന്ന് കൊള്ളിക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും എവിടെ കൊടുക്കാൻ പറ്റുമെന്ന്. ഈ ഹോണിന് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇതെവിടെ കൊള്ളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇതുണ്ടോ, നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ ഹോൺ സെറ്റ് ചെയ്യാൻ നോക്കാം. അതാകുമ്പോൾ വെള്ളം കയറുന്ന അഫക്ഷന് കുറച്ച് കുറയും, നമുക്ക് കുറച്ച് കുറവുണ്ടാവും. ആക്ച്വലി ഇത് ആ ഹോൺ ഇങ്ങനെ ഉണ്ടാവും.
നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഹോൺ നിൽക്കും. നമുക്ക് എന്തായാലും അതൊരു നമുക്ക് ഈ നെട്ടൊന്ന് ഊരിയിട്ട് ആ ക്ലാമ്പ് ഒന്ന് ഫിറ്റ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഊരി എടുക്കുക. ഇതുണ്ട്, ഈ ഹോളിൽ കൂടി ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ ഒരു ക്ലാമ്പ് ഇടുക, എന്നിട്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ കയറ്റുക. ഇവിടെ എങ്ങനെ കയറ്റി കൊടുക്കുക ഇപ്പുറത്തെ ഹോളിലേക്ക്. എന്നിട്ട് അടുത്ത ക്ലാമ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ കയറ്റി കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ ക്ലാമ്പ് കുറച്ച് അകത്തിയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തൊരു ഷേപ്പിലെടുക്കുക. ആകുമ്പോൾ കുറച്ചുകൂടി ഫോൺ ഇരിക്കുമ്പോൾ നല്ല രസത്തിലിരുന്നോളൂ. ഓക്കെ, നമുക്ക് ഫോണും ജസ്റ്റ് ടൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. നമ്മൾ രണ്ടാമത്തെ ഹോൺ ജസ്റ്റ് കയറ്റി കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ഹോണും കൊടുക്കുകയാണ്. ശരിക്കും നല്ല ടൈറ്റ് ചെയ്യണേ രണ്ട് ഹോണും. നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് താഴത്തോട്ട് വെച്ച് കൊടുക്കുക, എന്ന് വെച്ചാൽ വെള്ളം ഒന്നും കയറാതിരിക്കാനും. പിന്നെ താഴോട്ട് സൗണ്ട് കുറച്ചുകൂടി പറഞ്ഞാൽ പുറത്തേക്ക് കുറച്ചുകൂടി വിസിബിളായിട്ട് കിട്ടും. അതുകൊണ്ട് കുറച്ചൊന്ന് കുനിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ കാര്യം നോക്കാണ്ട്, ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് വെച്ച് നോക്കണം. നമ്മളിവിടെ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണ്ടേ, തട്ടുന്നുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് നോക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കവർ എടുക്കുക, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണേ. ഓ, പ്രശ്നമാണ്, തട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ കുറച്ചുകൂടി താത്തി വെച്ച് നോക്കാം. നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഡോമില്ലേ, ഈ സാധനം തട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി താത്തി വെക്കുക. ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് താത്തി കൊടുത്താൽ മതി കേട്ടോ. കറീസ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇതാണ്ട് ഫോൺ പുറത്ത് താത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ താത്താൻ ഭയങ്കര എളുപ്പമാണ്, ഇഷ്ടംപോലെ ഇടയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇത്രയും വലിയൊരു ബോക്സ് വരുന്നുണ്ട്, ഫോൺ ഇറങ്ങിക്കാൻ ഇച്ചിരി പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഇറക്കി വെക്കുക. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. ആക്ച്വലി ഇത് പ്ലസ് മൈനസ് ആണോ എന്ന് അറിയണം. അതിന് ജസ്റ്റ് നമുക്കൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ എന്ന്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് അടിച്ച് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ, ലോഡ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ. ചിലപ്പോൾ മേ ബി ഇത് അടിച്ചു പോകാൻ ഒരു ചാൻസ് ഉണ്ട് ഗൈസ്. അടിയത്തില്ല. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം, പ്ലസ് മൈനസ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമെങ്കിലും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? യെസ്, തീർച്ചയായും. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി. സംഭവം കറക്റ്റാണ്, നല്ല വെടിപ്പായിട്ട് അടിക്കുന്നുണ്ടല്ലോ ഇവിടെ. ലോറിയുടെ ഓൺ അടിക്കുന്നല്ലേ, ഇതുണ്ടോ? പ്ലസ് മൈനസ് തന്നെയാണ് സംഭവം, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് ബ്ലാക്ക് വയർ മൈനസ് ആണ്, യെല്ലോ ഇതാണ്. ഇപ്പോൾ നോർമലി ഒരു ട്യൂണൊന്നും വേണ്ട, അതായത് ട്യൂണൊന്നും വേണ്ടെങ്കിൽ പോലും നിങ്ങൾ റിലേ കയറ്റി കൊടുക്കണം. അതിനുശേഷം ഓണിൻ്റെ ലൈഫിനും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ലൈഫിനും നല്ല റിലേ എന്തായാലും കൊടുക്കണം, അത് മസ്റ്റ് ഉള്ളതായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കട്ടൗട്ടർ, അതായത് നമ്മൾ ട്യൂൺ വെക്കുന്ന സാധനം എല്ലാവർക്കും അറിയായിരിക്കും, കൊട്ടുവയ്ക്കുക ആൾക്കാർക്ക് അറിയുക. ഈ സാധനം നമ്മൾ കയറ്റി കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ട്യൂണൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് റിലേ ഉണ്ട്, ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ ചെറിയൊരു കട്ട പോലത്തെ റിലേ ഉണ്ട്, അത് മേടിച്ച് മസ്റ്റായിട്ട് വെക്കണം. എന്നാലേ ഓണിൻ്റെ ഒരു മാക്സിമം പവറും പിന്നെ അല്ല വണ്ടിക്ക് കംപ്ലൈൻറ്റും ബാറ്ററിക്ക് കംപ്ലൈൻറ്റും ഇതിലായിരിക്കും. പക്ഷേ എനിവേ സംഭവം കൊള്ളാം, നല്ല അടിപൊളിയാണ്. എനിവേ നമുക്കിനി എന്തായാലും ഇത് കണക്ട് ചെയ്യുന്നതിനെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒന്നുമല്ല, നമ്മൾ താത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കേസ് ഇരിക്കുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ നമുക്ക് അതുകൂടി വെച്ച് നോക്കാം. എനിവേ
ഓക്കെ, നമ്മുടെ കവറിങ് ഒക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം എല്ലാം സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റേ നമ്മുടെ കട്ടൗട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിപ്പർ അവിടെ? സ്റ്റിപ്പറൊന്നുമില്ല, ഇതാണ് സ്റ്റിപ്പർ. ഇതാണല്ലേ സ്റ്റിപ്പർ? വീട്ടിൽ നിന്ന് പ്രയോജനമായിരുന്നല്ലേ സ്റ്റിപ്പർ എടുക്കുന്നത്. അയ്യോ. അപ്പോൾ എനിവേ ഈ കണക്ഷൻ കൊടുക്കേണ്ട എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പച്ച വയറല്ലേ, ഈ പച്ച വയർ 2 ന്യൂട്രലിൻ്റെ സെക്ഷനാണ്. ഇത് കോമൺ ആയിട്ട് കൂട്ടിപ്പിരിക്കുക. പിന്നെ യെല്ലോ വയറില്ലേ, അത് 2 ഈ യെല്ലോയിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഈ പച്ച വയർ ഈ ബ്ലാക്കിലേക്ക് കൊടുക്കുക. ഈ റെഡ് ഇതാ നമ്മുടെ ഇതിലേക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയല്ലേ? ഒന്നും തിരിഞ്ഞിട്ടില്ലാന്ന് മനസ്സിലായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു കേട്ടോ. കൊമാക്കിക്കാർ അടിപൊളിയല്ലേ പറയേ, എല്ലാത്തിനുള്ള സൗകര്യം അവരിവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇതിങ്ങനെ വെച്ചാൽ പോരാ, നന്നായിട്ട് പ്ലാസ്റ്റിക് കവറിൽ കയറ്റി ടൈറ്റ് ചെയ്ത് വെള്ളം കയറാത്തറിയില്ല. എന്നുവെച്ചാൽ നല്ല അന്യായ വെള്ളം ഇതിനകത്തേക്ക് അടിച്ചു കയറും. ഒട്ടും വെള്ളം കയറാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഞാൻ ചുമ്മാ ഇപ്പോൾ ജസ്റ്റ് ഫിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ കൊടുത്തേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യണം കേട്ടോ. വണ്ടിക്ക് ഉമ്മ എടുത്തതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വര എടുക്കുന്നതുണ്ട് ഈ പച്ച വര കേട്ടോ. ഈ ഓണിൻ്റെ ന്യൂട്രായിട്ട് എടുക്കുക നമ്മൾ ഈ പച്ച വര. അത് ഈ ഓണിൽ നിന്ന് നേരെ വന്ന് ഈ ഓണിൻ്റെ ഈ കണക്ഷനിൽ കൊടുത്തിട്ടാണ് കയറി വരുന്നത്. ഇതൊരു കമ്പൈൻഡ് ഓൺ വയറായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പച്ച വയർ നേരെ നമ്മുടെ വണ്ടിയിൽ നിന്ന് വരുന്ന മൈനസുമായിട്ട് കണക്ട് ചെയ്യുക. അതേ സെയിം ടൈം ഇതാ നമ്മുടെ ഈ കട്ടപ്പെട്ടിയില്ലേ, കട്ടൗട്ടർ, ഇതിലേക്കും കൊടുക്കുക. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ തിയറി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ നിന്ന് വരുന്ന മൈനസ് ഇപ്പോൾ ദാണ്ട് ഡയറക്റ്റ് ഹോണയിലേക്കും പോയി അതേ സെയിം ടൈം നമ്മുടെ ഈ കട്ടൗട്ടറിലേക്കും പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വളച്ച് കയറ്റി കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും ബൈക്കിൽ കൊടുക്കുന്ന പോലല്ല. ബൈക്കിൽ നമുക്ക് ബാറ്ററിയിൽ എടുക്കാം, അതല്ല ബോഡിയിൽ നിന്ന് എർത്തയിലും കൊടുത്തെടുക്കാം. പക്ഷെ അതിന് നേരെ ഇൻ്റർലി ചെറിയൊരു വ്യത്യാസമുള്ളൂ, പക്ഷേ ഒരു വലിയ വ്യത്യാസം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇൻസുലേഷൻ അടിക്കണം. ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മഞ്ഞവയറ, ഇത് ഒരു മഞ്ഞവയർ നമ്മുടെ ഹോണയിൽ നിന്ന് വരുന്നതും ഒരു മഞ്ഞവയർ ഇപ്പുറത്തെ ഹോണയിൽ നിന്ന് വരുന്നു. അത് വേറൊന്നും അറിയാനില്ല. നമ്മുടെ ഈ കട്ടപ്പെട്ടിയിൽ നിന്ന് വരുന്ന കട്ടൗട്ടറിൽ നിന്ന് വരുന്ന ഇതാണ്ട് ഈ മഞ്ഞവയർ, ഒരു ഹോണിൻ്റെ മഞ്ഞവയർ ഈ കട്ടൗട്ടറിൽ നിന്ന് വരുന്ന ഒരു മഞ്ഞവയറിലേക്ക് കൊടുക്കുക. ഇതാ പിന്നെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഹോണിൻ്റെ മഞ്ഞവയർ അടുത്ത വയറിലോട്ടും കൊടുക്കുക. ഈ കട്ടൗട്ടറിൽ നിന്ന് വരുന്ന സിമ്പിളാണ്, വേറെ പരിപാടിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ളതാണ്ട് ഒരു ചുവപ്പ് വയറ, കട്ടൗട്ടറിലുള്ള ഒരു ചുവപ്പ് വയർ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോണിൻ്റെ ദാണ്ട് പോസിറ്റീവ് ഉണ്ട്, അതിലേക്കാണ് നമുക്ക് ചുവപ്പ് വയർ കൊടുക്കേണ്ടത്. ദാണ്ട് ഇങ്ങനെ എടുക്കുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചുവപ്പ് വയർ ഇവിടെ ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വയർ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ ഹോണിന് ട്യൂണ് വരുന്നുണ്ടോ, എന്താ പരിപാടി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ഇതൊരു ട്യൂണേ, അടിപൊളി. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ട്യൂണാണ് വരാൻ പോകുന്നത്. നോക്കിക്കോ, ഇതിപ്പോൾ ഫസ്റ്റ് മോഡൽ കിടക്കുന്നത് സിംഗിളാണ്, നല്ല സൗണ്ടാണ്. ഇപ്പോഴാ സൗണ്ട് ഒന്നുകൂടി കൂടി കേട്ടോ, കട്ടൗട്ടർ റിലേയും കയറിയപ്പോൾ ഒന്നുകൂടി കൂടി. ഇപ്പോൾ സെക്കൻഡ് ട്യൂണിലേക്ക് ഇടാം. ഇത് രണ്ടാമത്തെ ട്യൂണ്, ഇത് മൂന്നാമത്തെ ട്യൂണ്, ഇത് നാലാമത്തെ ട്യൂണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ ബട്ടൺ ഞെക്കി വിട്ട് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആയി. ഇപ്പോൾ വേറെ ട്യൂണ് വരുവേ, കുറച്ചുകൂടി സ്പീഡ് കൂടി. ഇതിപ്പോൾ അടുത്തത്, ഇതിപ്പോൾ അഞ്ചാമത്തെ കേട്ടോ, ഇതിപ്പോൾ ആറാമത്തെ. ഇത് വേറെ, ഇത് വേറൊരു സൗണ്ട്.
ഇതൊന്നുകൂടി സൗണ്ട് കൂടിയിട്ട് ഉള്ള സിംഗിള്. ഓക്കെ, അങ്ങനെ ഏകദേശം നമുക്ക് 8 ട്യൂൺ അതിൻ്റെ അത് വരുന്നത് കേട്ടോ. അടിപൊളി സെറ്റപ്പ് എന്തൊക്കെ പറഞ്ഞാലും ബ്രേക്ക് ഇല്ലാതെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് ട്യൂൺ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്പർ വൈസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബ്രേക്ക് ഏതാ വേണ്ടേ? 3, 4 ആ ഒരു ഇതാണ്. സിംഗിൾ മതിയോ? സിംഗിൾ അല്ല, നാലാമത്തെ ഇട്ടല്ലോ. ഒറ്റ വേണ്ടേ? ഇത് വേണോ? ഇത് ഇഷ്ടപ്പെട്ടോ? സെക്യൂരിറ്റി കയറിയപ്പോ തന്നെ പറയാം ബെൻസിന്റെ. ഇത് വേണ്ടല്ലോ, ഇതിന് സൗണ്ട് അധികം വരുന്നില്ല. എത്രയായിരുന്നു? മൂന്നാമത്തെ ആയിരുന്നോ? ഇത് നമ്മുടെ 6ാമത്തെ സൗണ്ട്. ഇത് വേണ്ട. ഓക്കെ, കുറച്ച് മജക്കി ഇരിക്കട്ടെ. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയല്ലേ? അടിച്ചടിച്ചേ, അടിപൊളിയല്ലേ? പിന്നെ ഉള്ളത് പാട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിച്ചാലോ? പാട്ട് പഠിച്ചാലോ? ഇത് ആംബുലൻസ്. ഇത് സിംഗിള്. ഏതാ വേണ്ട? പാട്ട് വേണോ വേണോ? പാട്ടാ വേണ്ടേ? ഇത് മിക്സ് അല്ലേ? അടിപൊളിയല്ലേ? നമുക്ക് പിന്നെ എപ്പോഴും വേണം മാറ്റാം, സീനില്ല. എന്താണേലും ഞങ്ങളുടെ വലിയൊരു സംശയത്തിന് ആൻസർ കിട്ടിയിരിക്കുന്നു. ഇതിലെല്ലാം വർക്ക് ആകും, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അബ്കാരിസ് അങ്ങനെ നമ്മൾ ഓണൊക്കെ സെറ്റ് ചെയ്തു. ഇതാണ്ട് ഇവിടെ 2 വയസ്സിൻ്റെ കട്ടൗട്ടറൊക്കെ സെറ്റ് ചെയ്തു. നമ്മളിതാ ഇൻസ്റ്റലേഷനൊക്കെ എല്ലാ വയസ്സിനും ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുക്കുക, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കണ്ടോ കവറിൽ നല്ല കവർ ചെയ്ത് ഇൻസ്റ്റലേഷനൊക്കെ അടിച്ച് സെറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ കട്ടൗട്ടിൻ്റെ കാര്യം നോക്കണ്ട, അതുപോലെ വെള്ളം ഇതിനകത്തേക്ക് അടിച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് ഇതുണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ അടിച്ചു പോകാൻ സാധ്യതയുള്ള എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഓണിനകത്ത് വെള്ളം കയറുമോ ഇല്ല എന്നുള്ളതൊക്കെ മഴക്കാലത്ത് വഴിയെ കണ്ടറിയണം. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ സമയം നോക്കിയിട്ട് പൊസിഷനൊക്കെ മാറ്റി കൊടുക്കണം. നമ്മുടെ ഓണിൻ്റെ ട്യൂൺ എന്നൊക്കെ എപ്പിച്ചു തരാം. നമ്മൾ ഇതാ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഓണായിട്ട് തൽക്കാലം വെച്ചേക്കുന്നത്. അത്യാവശ്യം ബാസ് ഉള്ള സൗണ്ട് ഉണ്ട്. മറ്റേ ട്യൂണ് വെക്കുമ്പോൾ വോളിയം കുറച്ച് കുറയുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ കവറിങ് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് വോളിയം സൗണ്ട് കുറച്ച് കുറയും. ഇനി നമ്മൾ കവർ വെക്കാൻ പോവാണ്. ഓക്കെ, നിറച്ച് പൊടിയാ. അബ്കാരിസ് അങ്ങനെ നമ്മുടെ പേപ്പയോണ്ട് പണി കഴിഞ്ഞിട്ടുള്ളത്. ആ കവറിങ് വെക്കുന്നതുകൊണ്ട് ചെറിയൊരു സൗണ്ട് പറയുന്നുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ട്യൂണിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ പേപ്പയോൺ വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സംഭവം വെക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. നല്ല കൂളായിട്ട് അടിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഈ ബാറ്ററി ചാർജ് എത്ര സേവ് ചെയ്യാവുന്നോ അത്രത്തോളം സേവ് ചെയ്യാനും അതുപോലെ തന്നെ പൈസ അവർക്ക് കൺസെപ്റ്റ് ചെയ്യാനും പറ്റും, അതായത് കുറയ്ക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള അടവുകൾ മാത്രമാണ്. ഇതിൻ്റെ അകത്ത് എത്ര നല്ല ഓണുകളും മുന്നിലടിയും, എത്ര നല്ല സാധനങ്ങൾ വെള്ളം, നല്ല ലൈറ്റ് വലിക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മളിനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറ്റുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫോഗ് ലാമ്പ് കൂടി മാറ്റി കാണിച്ചു തരാം. അത് നമുക്ക് വെളിച്ചെന്ന് പറഞ്ഞ സാധനം തീരെ കുറവാണ് ആക്ച്വലി. ഞങ്ങൾ താഴത്തെ ലൈറ്റ് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. സംഭവം കുറച്ച് എന്താ പറയുക, ദൂരം കവറൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങളും കുറച്ച് കൺസെപ്റ്റ് ചെയ്തിട്ടാണ് പോകാറ്. അപ്പോൾ എനിവേ എന്താണേലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓണിൻ്റെ പ്രശ്നമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.